ഇന്നലെയാണ് തൃശൂർ പൂരനഗരിയിലേക്ക് കടത്താൻ ശ്രമിച്ച 1 കിലോയോളം MDMA വാളയാറിൽ വെച്ച് എക്സൈസിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് പിടികൂടിയത്. അതേ സ്ട്രൈക്കിംഗ് ഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇന്നും ഇപ്പോൾ വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച് 100 ഗ്രാം MDMAയും അതുപോലെ തന്നെ 1 കോടിയിലധികം രൂപയുടെ കള്ളപ്പണവും പിടികൂടിയിരിക്കുകയാണ്. 100 ഗ്രാം MDMAയുമായി മണ്ണാർക്കാട് എടത്തനാട്ടുകര സ്വദേശി അസ്ലിം ബാബുവാണ് ഇപ്പോൾ എക്സൈസിൻ്റെ ഈ കാണുന്ന ഒറ്റപ്പാലം ടീമിൻ്റെ പിടിയിലായിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ആന്ധ്രാപ്രദേശ് കർണൂലി സ്വദേശിയായിട്ടുള്ള പാർത്ഥസാരഥി ഇപ്പോൾ 1,65,00,000 രൂപയുടെ കള്ളപ്പണവുമായി എക്സൈസിന്റെ പിടിയിലായിരിക്കുന്നു. ഇപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാർ, രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. എങ്ങനെയാണ് ഇവർ ഈ ലഹരിയും? ചെക്കിംഗ് ആണ് സാധാരണ കഴിഞ്ഞാൽ റാൻഡം ചെക്കിങ്ങിലാണ് സംഭവം കിട്ടിയത്. ബാങ്ക് ഹൈദരാബാദിൽ നിന്ന് വന്ന കൊച്ചിക്ക് പോകുന്ന പ്രൈവറ്റ് ബസ്സിൽ നിന്നാണ് സംഭവം നമ്മൾ കണ്ടെടുത്തത്. ബാക്ക് സീറ്റിലായിരുന്നു MDMA ആയിട്ട് ഇരുന്നിരുന്നത്. അവനെ തടഞ്ഞു നിർത്തി നമ്മൾ പാലക്കാട് സ്ക്വാഡ് CIനെ വിളിച്ചു വരുത്തി ഏൽപ്പിച്ചു. അതിന് തൊട്ട് ഇപ്പുറത്താണ് മറ്റേ 1,65,00,000 രൂപയായിട്ട് രേഖകൾ ചോദിച്ചപ്പോൾ രേഖയൊന്നുമില്ല. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറും. കുറച്ച് കഴിഞ്ഞാൽ അവർ വരാമെന്നാണ്. എന്തിനു വേണ്ടിയുള്ള പണക്കടത്താണ്? ഗോൾഡ് വാങ്ങിക്കാനാണെന്നാണ് അവർ പറയുന്നത്. ഗോൾഡ് വാങ്ങിച്ചു കൊണ്ടുപോകാനുള്ള പണമെന്നാണ് പറയുന്നത്. ഗോൾഡ് വാങ്ങിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ്. 1,65,00,000 രൂപയോളുണ്ട്. അതിന് രേഖകളൊന്നും അയാൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് കൈമാറും. MDMA എവിടേക്ക് കടത്താനായിരുന്നു ശ്രമിച്ചതെന്ന് കണ്ടത്? മണ്ണാർക്കാട്. മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് എടത്തനാട്ടുകര ഭാഗത്തേക്കാണ് MDMA കൊണ്ടുവന്നത്. സ്ഥിരമായി ലഹരി കടത്തുന്ന ആളാണ്. സ്ഥിരമായിട്ട് ലഹരി കടത്തുന്ന ആളെന്നാണ് പറയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ അറിയുള്ളൂ. അതായത് ഇന്ന് മാത്രം 100 ഗ്രാം MDMA ആണ് ഇന്ന് രാവിലെ മാത്രം എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് വാളയാർ ടോൾ പ്ലാസയ്ക്ക് സമീപത്ത് വെച്ച പിടികൂടിയിരിക്കുന്നത്. ഇന്നലെ തൃശൂർ പൂരനഗരിയിലേക്ക് കടത്താൻ ശ്രമിച്ച 1 കിലോയോളം MDMA പിടികൂടിയ അതേ എക്സൈസിൻ്റെ ടീമാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇന്നും MDMA പിടികൂടിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ സ്വകാര്യ ബസ്, അതായത് ഹൈദരാബാദിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്ന ഈ സ്വകാര്യ ബസ്സിൽ നിന്ന് 1,65,00,000 രൂപയുടെ കള്ളപ്പണവും ഇപ്പോൾ എക്സൈസ് പിടികൂടിയിരിക്കുന്നു. ഏതായാലും നടപടികൾ എക്സൈസ് ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ MDMAയുമായി പിടിച്ച പ്രതിയെയും അതുപോലെ തന്നെ കള്ളപ്പണവുമായി പിടിച്ച പ്രതിയെയും അതാത് വകുപ്പുകളിലേക്ക് കൈമാറുമെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.